ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെ പോലെ സുക്കുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. ഇന്ന് ദീപാവലി വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം ഇവർ ഇത്രയും കുറച്ച് ആൾക്കാരെയൊക്കെ ഇതിനകത്തൊന്നും പറിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് രാവിലെ കേട്ടോ. ഒരു സമാധാനക്കേടാണ്, എന്താണെന്നറിയത്തില്ല. കുറച്ച് പൂവൊക്കെ നമ്മളിങ്ങനെ പറിച്ചിടും രാവിലെ. കാറ്റടിക്കുമ്പോൾ ഇത് മാറി പോകും. അതുവരെയൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ അടങ്ങി അവിടെ കിടന്നോണം കേട്ടോ. കാറ്റടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നേ. മഴയോട് മഴ, ദീപാവലി കുളമായി. ദേ ഞങ്ങൾ മതിലേലും എല്ലാം വിളക്കൊക്കെ കൊളുത്തണമെന്നും പറഞ്ഞിരുന്നതാണ്. ചീറ്റിപ്പോയി, മഴയായി. നമുക്ക് നോക്കാം. എന്തായാലും 6 മണിക്ക് ഇപ്പുറം നമുക്ക് മഴ തോർന്നു കഴിഞ്ഞാൽ നമുക്ക് വിളക്ക് കൊളുത്താം കേട്ടോ. അതേ ഇവിടെ എല്ലാം നമുക്ക് വിളക്ക് കൊളുത്താം. നോക്കാം. നമുക്ക് ഭയങ്കര മഴ കേട്ടോ. ഉച്ചയായപ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്തു. ഇവിടെ തിരമ്പി ഒരു മഴ പെയ്തു. ഇങ്ങനെ അവിടെയൊക്കെ മഴയുണ്ടോ കൂട്ടുകാരെ? നമ്മുടെ ഇവിടെ മഴയാണ്, മഴ തന്നെ. രാവിലെ മുതൽ തൂങ്ങി നിന്നിട്ട് ദേ ഉച്ചയായപ്പോഴത്തേനും തറയെ വീണു മഴ. കണ്ടോ, കരണ്ടും ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാന്ന് പറ. നമ്മുടെ കിളിമക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവർ സുഖമായിട്ട് സന്തോഷമായിട്ടും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഇവിടെ കഴിയുന്നുണ്ട്. ഇതിനകത്തുണ്ട് കേട്ടോ. താഴെയാണ്, അവിടെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ താഴെ. അവരവിടെ സുഖമായിട്ട് കഴിയുന്നു. ഇത്തിരി ഒരു തോർച്ച വന്നു കേട്ടോ. മഴയ്ക്കൊരു കുഞ്ഞു ശമനം വന്നിട്ടുണ്ട്. വീണ്ടും പെയ്യുമോ എന്തോ, എന്തായാലും പെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അതേ നമ്മുടെ കിളിമക്കളുടെ കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ദേ ഇവിടാണ് അവരുടെ താമസം. പക്ഷേ കൂട്ടിനകത്ത് വെള്ളം വീഴുന്നില്ല. കൂട്ടിന് ഇപ്പുറത്താണ് വെള്ളം വീഴുന്നത്. കണ്ടോ, അകത്തോട്ട് വെള്ളം വീഴുന്നില്ല. അവരതുപോലാണ് അവരുടെ കൂട് തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഒത്തിരി കുഞ്ഞുമക്കളുണ്ട് അതിനകത്ത് കേട്ടോ. കീ 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 കീന്നും പറഞ്ഞാൽ കരയുന്നത്. പെയ്യട്ടെ, ഇഷ്ടമാതിരി പെയ്യട്ടെ. ഞങ്ങൾ ഇന്ന് വിളക്ക് കൊളുത്തു എങ്ങനെയെങ്കിലും. ഞങ്ങളുടെ പെരയ്ക്കകത്തെങ്കിലും ഞങ്ങൾ മുറിക്കകത്തെങ്കിലും ഞങ്ങൾ വിളക്ക് കൊളുത്തും കേട്ടോ. നിങ്ങൾ നോക്കിക്കോളി. എവിടെയൊക്കെയോ പാട്ട് കേൾക്കുന്നു, തട്ടും മുട്ടുമൊക്കെ കേൾക്കുന്നു കേട്ടോ. ഞാനിങ്ങനെ മഴ തോരാൻ നോക്കിയിരിക്കാം. നമുക്ക് റോഡിന് അവിടെയൊക്കെ ഒന്ന് തൂക്കണം. രാവിലെ ഇവിടെ തൂത്തിട്ടതാണ്. ഇനി എനിക്ക് വീണ്ടും പണി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തളരത്തില്ല ഈ സുപ്പ് കേട്ടോ. സുപ്പ് തളരത്തില്ല. ഞാൻ തളർന്നാൽ പിന്നെ ശരിയാവുമോ? ശരിയാവത്തില്ലെന്നേ. തോർന്നില്ല കേട്ടോ, തോർന്നില്ല. തോർന്നൊക്കെ വരുന്നുണ്ട് നമ്മുടെ മഴ. സെറ്റേ ഒരു വെട്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം മഴ നിൽക്കാറായെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കേട്ടോ. 3 മണി മുതൽ ഞങ്ങൾ കാത്തിരുന്നു മഴ തോരാൻ വേണ്ടി. ഒരുവിധം മഴയൊക്കെ തോർന്നു കേട്ടോ. ഒരു 6 മണിയായി. പക്ഷെ ഭയങ്കര ഇരുട്ട്, മഴക്കോളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വിളക്കെ ഇന്ന് കത്തിച്ചുള്ളൂ കേട്ടോ. മതിലേലൊക്കെ വെക്കണമെന്നൊക്കെ നമുക്ക് എല്ലാ വർഷവും വെക്കുന്നതാണ്. പക്ഷെ മതിലേലൊന്നും വെക്കാൻ ഒക്കത്തില്ല. അവിടെ എല്ലാം നനഞ്ഞ് കിടക്കുന്നു.
ചാറ്റലുമുണ്ട്. എന്നാലും ഞങ്ങൾ കുറച്ച് വിളക്ക് ദേ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി വിളക്കുണ്ട്, 100 വിളക്ക് കൂടുതലുണ്ട് ഞങ്ങൾക്ക് കേട്ടോ. പക്ഷെ ഫുൾ നമുക്ക് കത്തിക്കാൻ പറ്റിയില്ലെന്ന്, മഴയായതുകൊണ്ട് നമ്മൾ കുറച്ച് വിളക്കേ കത്തിച്ചോളൂ. എന്നാൽ നമ്മുടെ പോസ്റ്റയിൽ ആരും ലൈറ്റ് വിട്ടില്ല. വീണ്ടും നമ്മളിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും നമ്മുടെ മതിലെല്ലാം വിളക്ക് കത്തിച്ചിരിക്കുന്നത്. പ്രാവശ്യം കത്തിക്കാൻ മഴ എപ്പോഴാണ് തറയെ വീഴുന്നതെന്ന് അറിയത്തില്ല. ഇത്രേ ഭാഗത്തെ ഞങ്ങൾ കത്തിച്ചുള്ളൂ കേട്ടോ. വിളക്കിരിപ്പുണ്ട്, എണ്ണ ഇരിപ്പുണ്ട്, തിരി ഇരിപ്പുണ്ട്. പക്ഷേ കള്ളമല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നലെ ഈ സമയമൊക്കെ ആയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പന്നിക്കൂട്ടങ്ങൾ ഇറങ്ങിയുണ്ടല്ലോ ഞങ്ങളുടെ വാഴ മൊത്തം. ഇന്ന് ഇത് ദൈവമേ പന്നിയാന്നോ ഒരാളിങ്ങനെ വരുന്നത്, ഞാൻ വിചാരിച്ച് പന്നിയായിരിക്കുമെന്ന്. ഇന്നലെ ഈ സമയമായപ്പോൾ ഒരു 6-7 മണി ആയപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ പന്നി വന്നു. ഇങ്ങോട്ട് വരുന്നു. പന്നിയാന്നോ പട്ടിയാന്നോ ഒന്നും അറിയാൻ വയ്യാലോ ദൈവമേ. ഒരാളിറങ്ങിയാൽ മതി, ബാക്കി എല്ലാവരും കൂടെ ചാടി ഇറങ്ങിക്കോളും. പന്നിക്കൂട്ടങ്ങൾ ഇറങ്ങി കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ചെന്ന് നോക്കിയപ്പം വാഴ മൊത്തം ഫുള്ള് മറിച്ചിട്ടേക്കുന്നു. അപ്പോൾ വരാൻ സമയമായി, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. എനിക്ക് പേടിയാണ്, എന്നെ വല്ല പന്നിയും കുത്തി മലത്തിയിട്ടാലേ നിങ്ങൾക്ക് എന്നെ കാണാനൊക്കുമോ പിള്ളേരെ. ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ചാറുന്നില്ല, ഇപ്പം ചാറ്റിലൊക്കെ നിന്ന് കേട്ടോ. ഇപ്പം ചാറ്റിലൊക്കെ നിന്നു, അതുകൊണ്ടാണ് വിളക്ക് ഇങ്ങനെ കത്തിയിരിക്കുന്നത്. കഷ്ടമായിപ്പോയി കേട്ടോ. മതിലയിലൊക്കെ വിളക്ക് കത്തിച്ചാൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ. എന്ത് ചെയ്യാം, മഴ ചതിച്ചു. 2 പേര് ദേല അവിടെ നിൽപ്പുണ്ട്. ഞാനിഞ്ഞ് അകത്ത് കയറിപ്പോന്നു കേട്ടോ. പന്നിയെ പേടിച്ച് ഞാനിഞ്ഞ് അകത്ത് പോന്നു. 2 പേരും കൂടെ വീണ്ടും വിളക്ക് കത്തിയിട്ട് നടത്തു കേട്ടോ. അവിടെ കൊത്തിയിരിപ്പോണ്ട് 2 പേരും കൂടെ. ഇപ്പോഴും ഞങ്ങൾ ലൈറ്റ് ഇട്ട് നമ്മൾ വിളക്ക് കാണുമ്പോഴേ ഒരു രസമില്ല. ഇവിടെ എല്ലാം നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ടേ. ഇനിയും കത്തിക്കാൻ പോവാന്നോ? ഇനി പടക്കം പൊട്ടിക്കാൻ പോവാം ഞങ്ങൾ കേട്ടോ. പടക്കം പൊട്ടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒപ്പിക്കാൻ പോവുകയാണ്. പോച്ചയുടെ ഇടയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നത് നല്ല രസമുണ്ടല്ലേ. പോച്ചയുടെ ഇടയ്ക്ക് നമ്മുടെ ചിന്നും മിന്നും ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കേട്ടങ്ങ് ചാരി. ചിലപ്പം പട്ടികളെ കയറി വരും, പന്നികളും പട്ടികളും ഒക്കെ ചാടി കയറി എന്നെ കുത്തി മലത്തിയിടും പിള്ളേരെ. അതുകൊണ്ട് ഞാനങ്ങ് ഗേറ്റ് അടച്ചു. അറിയത്തില്ല എന്തോ ആയി. ഒരു തിരിയൊക്കെ സെറ്റാകും കേട്ടോ. പടക്കം പൊട്ടിക്കാനുള്ള തിരിയൊക്കെ സെറ്റാക്കി. നിങ്ങളവിടെ ഇരുന്നേ എല്ലാം ശരിയാക്ക്. അടിയോടടി അടി 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 അടി. പടക്കം പൊട്ടിക്കുന്നതിൻ്റെ അടിയാണ് ഇവിടെ നടക്കുന്നത്. ഏതാ ഒരു കമ്പിത്തിരി എനിക്കിതാ. എന്തായി? കുറച്ചൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ. കുറച്ചൊക്കെ എനിക്ക് പേടി. എളുപ്പമാട്ടെ. പടക്കമൊക്കെ ഇരുന്ന് തണുത്ത് പോകും കേട്ടോ. അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് മൊത്തം ഫുള്ള് പൊട്ടിച്ച് തീർക്കണം.
വലിയ തോട്ടി പിടിച്ചാൽ ഞങ്ങൾ വടക്കം പൊട്ടിക്കുന്നത് ഇവിടെ. എന്താ പൊന്നേ, എനിക്ക് വയ്യേ, എനിക്ക് പേടിയാന്നേ. എന്നാ പറ്റി? എന്നയ്യോ എന്നയ്യോ എന്നയ്യോ. സരസ്വത ഓടിക്കാൻ വരുന്നേ, സരസ്വത വരുന്നേ, ഓടിക്കാൻ. പുതിയ കമ്പിത്തിരി കണ്ടോ? കൊള്ളാം. അത് കൊള്ളാൻ മോനെ, ഇത്തിരി നേരം അത് നിന്ന് കത്തിക്കോളും. കമ്പനി പുതിയതായിട്ട് ഇറക്കിയതാ കമ്പിത്തിരി. എനിക്ക് പോയോ?